ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകും സ്വായിമൻ, ഇന്ന് നിങ്ങളിൽ ആരാണ് വ്രതമനുഷ്ഠിച്ചവർ എന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനാണ് നബിയെ എന്ന് പറഞ്ഞു. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസത്തൻ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മരണ വീട്ടിൽ പോയി അവിടത്തെ അന്ത്യസംസ്കാരങ്ങളിൽ പങ്കെടുത്തവർ എന്ന് ചോദിച്ചു. അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ അവിടെ പോയി സംബന്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് നിങ്ങളെ കൂട്ടത്തിൽ പാവപ്പെട്ട അഗതികളായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തവർ ആരാണ്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞു. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീള, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയെ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി, അജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ നാല് പറയപ്പെട്ട കാര്യങ്ങൾ, നോമ്പനുഷ്ഠിക്കുകയും മരണപ്പെട്ടുപോയ വീടുകളിൽ അന്ത്യസംസ്കാരത്തിൽ പങ്കെടുക്കുകയും പാവപ്പെട്ടവർക്ക് അന്നം കൊടുക്കുകയും രോഗികളായ ആളുകളെ സന്ദർശിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾ ഒരാളിൽ സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാ ദഖലൽ ജന്ന, അവൻ തീർച്ചയായും സ്വർഗപ്രവേശനമുണ്ട്, ഒരു വിചാരണയും ഒരു തടസ്സവും ഇല്ലാതെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.